ലൈവ് അറ്റ് 6 ആരംഭിക്കുന്നു. തലക്കെട്ടുകൾ. നിങ്ങൾക്ക് അധികം പുറത്തേക്കൊന്നും പോകാതെ മാതാപിതാക്കളോടൊപ്പം ജീവിച്ച് ഇവരെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ സൗകര്യമുണ്ടാക്കും. വിദ്യാഭ്യാസ മേഖലയെ മികവിന്റെ ഇടവാക്കുമെന്ന് മുഖ്യമന്ത്രി. കുട്ടികൾ പഠിക്കാനുള്ളതെല്ലാം ഇവിടെ ഉണ്ടാകുമെന്നും വി ഡി സതീശൻ. സംസ്ഥാനതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി. മിൽമ പാലിനും തൈരിനും പാചകവാതക സിലിണ്ടറിനും വില കൂടി. പാൽ ലിറ്ററിന് 4 രൂപ കൂടി. തൈര് കിലോയ്ക്ക് 10 രൂപയുടെ വർധനവ്. വാണിജ്യ LPG സിലിണ്ടറിന് കൂട്ടിയത് 46 രൂപ. ഇഡി കേസിൽ CMRL ആശ്വാസം. വെള്ളിയാഴ്ച വരെ ED അന്വേഷണത്തിന് സ്റ്റേ. അന്തിമ വിധി വെള്ളിയാഴ്ച. അന്വേഷണം പൂർത്തിയാക്കാൻ അനുവദിക്കുകയല്ലേ വേണ്ടതെന്ന് കോടതി. അപ്രിയമായ രീതിയിലാണ് ED ഇടപെട്ടതെന്ന് CMRL. അൻസിബയ്ക്കെതിരായ പരാതിയിൽ തെളിവുണ്ടെന്ന് ലക്ഷ്യപ്രിയ. വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമെന്നും സംഘടന ഇടപെടേണ്ടെന്നും ലക്ഷ്യപ്രിയ. നമ്മൾ സംഘടനയ്ക്ക് പുറത്ത് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് സംഘടനയ്ക്ക് അതിൽ എന്താണ് ബാധ്യത, എന്താണ്? സംഘടനയാണോ അത് അന്വേഷിക്കേണ്ടത്? ACPക്ക് മൊഴി നൽകി നടി. അതിരപ്പിള്ളിയിലെത്തിയ വനം മന്ത്രിയെ തടഞ്ഞു കാട്ടാന. വാഹനം ആനയ്ക്ക് മുന്നിൽപ്പെട്ടത്. കാട്ടാന ആക്രമണത്തിൽ മരിച്ചയാളുടെ വീട്ടിലെത്തവേ മന്ത്രിക്ക് യാത്ര തുടരാനായത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആനയെ റോഡിൽ നിന്ന് തുരത്തിയതോടെ. മുഖ്യമന്ത്രിയായ ശേഷം ട്രിച്ചിയിലെത്തിയ വിജയ്ക്ക് ആവേശകരമായ വരവേൽപ്പ് നൽകി വോട്ടർമാർ. നെഞ്ചിൽ കുടിയിരിക്കും. വോട്ടർമാർക്ക് നന്ദിയെന്നും ഹൃദയത്തിലാണ് തൃച്ചിയെന്നും വിജയ്. குறிப்பா திருச்சி கிழக்கு தொகுதி மக்கள் உங்கள் அனைவருக்கும் என்னுடைய ஸ்பெஷல் வணக்கமும் ஸ்பெஷல் நன்றிகளும். உங்களுக்காக உண்மையா உழைக்க வந்த உங்க விஜய, உங்க அண்ணன, உங்க தம்பிய முதல் அமைச்சரா இல்ல முதல் சேவகனா ஆக்கியிருக்கிறீங்க. തിരക്ക് നിയന്ത്രിക്കാൻ 5000 പേർക്ക് മാത്രം സമ്മേളനത്തിൽ പ്രവേശനം. കർണാടക മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ മാരത്തൺ ചർച്ചകൾ. സത്യപ്രതിജ്ഞ മറ്റന്നാൾ. ആദ്യഘട്ടത്തിൽ 8 മന്ത്രിമാരെന്ന് സൂചന. 4 ഉപമുഖ്യമന്ത്രിമാർ വരെ വന്നേക്കും. CMRL എക്സാലോജി കരാറിലെ ED അന്വേഷണത്തിൽ CMRLന് താൽക്കാലിക ആശ്വാസം. CMRLനെതിരായ തുടർ നടപടികൾ വെള്ളിയാഴ്ച വരെ തടഞ്ഞു. ഇക്കാര്യത്തിൽ EDക്ക് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകി. എന്നാൽ വീണ വിജയൻ ഉൾപ്പെടെയുള്ളവർക്ക് എതിരായ നടപടികൾ തുടരാം. CMRLന് താൽക്കാലികമായ ആശ്വാസമായ നടപടിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഹർജി ഫയൽ സ്വീകരിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച 1:45 ഈ കേസ് വീണ്ടും പരിഗണിക്കും. അന്നായിരിക്കും ഉത്തരവുണ്ടാവുക. വാദം പൂർണ്ണമായും കോടതി കേട്ടിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും ഇതിൽ തുടർ നടപടികൾ ഉണ്ടാകാൻ പാടുള്ളൂ എന്നാണ് ഇഡിക്ക് നിർദ്ദേശം നൽകിയത്. അതേസമയം വീണ തൈക്കണ്ടിയിൽ അടക്കമുള്ളവർക്കെതിരെയുള്ള അന്വേഷണം തുടരാമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. CMRLന് താൽക്കാലികമായ ആശ്വാസമാണ്. ജസ്റ്റിസ് രാജ വിജയരാഘവന്റെയും ജസ്റ്റിസ് KV ജയകുമാറും അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ചിന്റെ തീരുമാനം അങ്ങനെയാണ്. എന്തായാലും ഹർജി ഫയൽ സ്വീകരിച്ചിട്ടുണ്ട്. വിശദമായ വാദം തന്നെയാണ് കോടതി
കോടതി കേട്ടിട്ടുള്ളത്. CMR-ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ എക്സാലോജിക്കും CMR-ഉം തമ്മിലുള്ള പണമിടപാടുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ ED കഴിഞ്ഞ ദിവസം നടന്നിരുന്ന റെയ്ഡിൽ നിരവധി രേഖകൾ കണ്ടെത്തിയിരുന്നു. ആ രേഖകൾ മുദ്രവെച്ച കവറിലാണ് കോടതിയിൽ ഹാജരാക്കിയിരുന്നത്. അതുമാത്രമല്ല EDയെ സംബന്ധിച്ചിട്ട് ഇത്തരത്തിൽ നേരിട്ട് ECIR രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു നിയമസാധുതയും ഇല്ല എന്നാണ് CMR കോടതിയിൽ വാദിച്ചത്. ഈ CMR-നെ സംബന്ധിച്ചിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പോലീസ് കേസോ അതല്ലെങ്കിൽ CBI അന്വേഷണമോ നടന്നിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട ഒരു FIR-ഉം ഇല്ല. അല്ലെങ്കിൽ IPC-യോ VNS-ഓ വകുപ്പുകൾ പ്രകാരം ഒരു FIR-ഉം നിലവിൽ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ അത്തരം FIR-കളുടെ അടിസ്ഥാനത്തിൽ വേണം ഈ ECIR രജിസ്റ്റർ ചെയ്യാൻ. അത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും CMR കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത്. അതുമാത്രമല്ല ഈ CMR-ൽ നിസ്സഹരിച്ചു എന്നുള്ള EDയുടെ പരാമർശവും തെറ്റാണ് എന്നും CMR-ൽ ചൂണ്ടിക്കാട്ടുന്നു. എന്തായാലും വെള്ളിയാഴ്ച വരെ ഈ തുടർ നടപടികൾ CMR-നെതിരെ ഉണ്ടാകില്ല എന്നുള്ള കാര്യത്തിലാണ് വ്യക്തത വരുന്നത്. വെള്ളിയാഴ്ച ഈ കേസ് വീണ്ടും 1:45 പരിഗണിച്ച ശേഷമായിരിക്കും ഈ കേസിൽ വിധിയുണ്ടാവുക. സംസ്ഥാനത്ത് പുതിയ അധ്യയന വർഷത്തിന് തുടക്കം. പുത്തൻ സ്കൂൾ, പുത്തൻ കൂട്ടുകാർ. പട്ടം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1-ാം ക്ലാസ്സിൽ നിന്ന് ചിരിയും കരച്ചിലും ഒരുപോലെ ഉയർന്നു. ചേർത്ത് പിടിക്കാനും കണ്ണീർ തുടയ്ക്കാനും അധ്യാപകർ പലപ്പോഴും അമ്മമാരായി. 44 ലക്ഷം വിദ്യാർത്ഥികളാണ് സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിലായി 1 മുതൽ +2 വരെയുള്ള ക്ലാസുകളിലേക്ക് ഇന്ന് മധ്യവേനൽ അവധിക്ക് ശേഷം വീണ്ടും എത്തുന്നത്. അതിൽ തന്നെ 3 ലക്ഷത്തോളം കുരുന്നുകൾ ആദ്യമായി സ്കൂളിലേക്ക് എത്തുന്നവരാണ് എന്നതാണ് ഇത്തവണത്തെ പ്രത്യേകത. പട്ടം ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംസ്ഥാന സർക്കാരിൻ്റെ പ്രവേശനോത്സവ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട വിപുലമായ ആഘോഷങ്ങളാണ് ഇവിടെ പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. ഇതാണ് പട്ടം ഗേൾസ് സ്കൂളിലെ 1-ാം ക്ലാസ്. ഇവിടെ വിദ്യാർത്ഥിനികളൊക്കെ കിരീടം വെച്ച്, കൊച്ചു കിരീടം വെച്ച് മിടുക്കികളായി ഇരിക്കുകയാണ്. നമുക്ക് അവരോട് തന്നെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. എന്താ പേര്? എവിടെ വീട്? ചേന്തി. എങ്ങനെയുണ്ട് ആദ്യമായിട്ട് സ്കൂളിൽ വന്നിട്ട്? ഇഷ്ടപ്പെട്ടോ? അച്ഛനും അമ്മയൊക്കെ പോയോ അതോ ഇവിടെ ഉണ്ടോ? വെളിയിലുണ്ട്. ഓക്കെ, നന്നായിട്ട് പഠിച്ചാണ് കേട്ടോ. എന്താ പേര്? എന്റെ പേര് ആരാധ്യ. എവിടെയാ വീട്? വീട് ചാലക്കുടിയില്. സ്കൂൾ ഇഷ്ടപ്പെട്ട? കൂട്ടുകാരൊക്കെ കിട്ടിയ? എന്താ പേര്? അദ്രിജ. എവിടെ വീട്? പാറോട്ട് പോണം. കൂട്ടുകാരെയൊക്കെ കിട്ടിയോ? ഇഷ്ടപ്പെട്ടോ ക്ലാസ്? നല്ലതായിട്ട് പഠിച്ചോളൂ കേട്ടോ. ഓക്കെ. ഹലോ കുട്ട, എന്താ പേര്? അനന്യ. എങ്ങനെയുണ്ട് പുതിയ ക്ലാസ്? ഇഷ്ടപ്പെട്ടോ? കൂട്ടുകാരൊക്കെ ഉണ്ടോ? നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ്, വലിയ സന്തോഷത്തിലാണ് കുരുന്നുകൾ. അപ്പുറത്തെ ഡിവിഷനിൽ ചില കുട്ടികളൊക്കെ ഇരുന്ന് കരയുന്നത് കണ്ടു. അമ്മമാർ പുറത്തേക്ക് ഇറങ്ങാൻ ടീച്ചർമാർ ആവശ്യപ്പെടുമ്പോൾ കരഞ്ഞുകൊണ്ട് അവരുടെ വിഷമം പങ്കുവെക്കുന്ന കുരുന്നുകളൊക്കെ തൊട്ടപ്പുറത്തുള്ള ക്ലാസ് മുറിയിലുണ്ട്. പക്ഷേ ഇവിടെ ധൈര്യശാലികളായ കുട്ടികളാണ്, ആരും കരയുന്നില്ല. എല്ലാവരും സന്തോഷത്തോടെ അധ്യാപകർ അടുത്ത് എന്താണോ പറയുന്നത് അത് ചെയ്യാനായിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കുട്ടിക്കൂട്ടമാണ്. 56 പേരാണ് പട്ടം ഗേൾസ് സ്കൂളിൽ 1-ാം ക്ലാസ്സിലേക്ക് 2 ഡിവിഷനുകളിലായി ഇത്തവണ അഡ്മിഷൻ നേടിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഒരു ഡിവിഷൻ കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ഇതിനോടകം 2 ഡിവിഷനുകൾ മാത്രമേ ഉള്ളൂ. 6-ാം തീയതിക്ക് മുമ്പ് പ്രവേശന നടപടികൾ പൂർത്തിയാകുന്നതോടെ ഒരു ഡിവിഷൻ കൂടി അധികമായി ABC 3ാമത് ഒരു ഡിവിഷൻ കൂടി വേണ്ടിവരും എന്നാണ് അധ്യാപകർ നൽകുന്ന വിവരം. എന്തായാലും വലിയ പ്രതീക്ഷയോടെ അവർ പുതിയ അധ്യയന വർഷത്തിലേക്ക് സ്കൂളിലേക്ക് ചുവടുവെക്കുകയാണ്. ആ പ്രതീക്ഷയ്ക്കൊപ്പം കേരളവും അവർക്ക് സ്വാഗതം ഓതുകയാണ്. എന്തായാലും കൗതുക കാഴ്ചകളാണ് ഈ ക്ലാസ് മുറികളിൽ മുഴുവൻ ഇപ്പോൾ നിറയുന്നത്. ക്യാമറമാൻ സന്തോഷ് കുമാറിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതിയിൽ അമ്മമാർക്ക് വലിയ പങ്കെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. അധ്യാപകരും രക്ഷിതാക്കളുമായി നല്ല ബന്ധം പുലർത്തണം. ഇത് AI കാലമെന്നും അറിവ് ശരിയായി ഉപയോഗപ്പെടുത്തണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം പട്ടം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്ഥാനതല പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തുണ്ടായ പുരോഗതിയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് കേരളത്തിലെ അമ്മമാരാണ് എന്ന് ഞാൻ പ്രത്യേകം പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു. അവരുടെ കുഞ്ഞുങ്ങളോടുള്ള ശ്രദ്ധ, അവരുടെ പഠനകാര്യത്തിലുള്ള ശ്രദ്ധ, അധ്യാപകരും കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകണം, നല്ല സൗഹൃദം ഉണ്ടാകണം. ഇപ്പോഴെന്താ പുതിയ കണ്ടുപിടുത്തം?
ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലേ, നിർമ്മിത ബുദ്ധിയാണ്, ഭയങ്കര ബുദ്ധിയാണ്, നമ്മളെക്കാളും ബുദ്ധിയാണ് അതിന്. ഈ വൈജ്ഞാനിക വിസ്ഫോടനം നടക്കുന്ന ഈ കാലത്ത് അറിവ് തേടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നിങ്ങൾ നടത്തണം. അറിവ് തേടാൻ, ഇൻ സെർച്ച് ഓഫ് നോളജ്, അറിവ് തേടിയുള്ള നമ്മുടെ അന്വേഷണമാണ് ജീവിതം. സംസ്ഥാനത്ത് എല്ലാ സ്കൂളുകളിലും സമയത്ത് പാഠപുസ്തകം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ. യൂണിഫോം വിതരണം ഏറെക്കുറെ പൂർത്തിയാക്കി. പുതുയുഗ വിദ്യാലയം എന്നുള്ളതാണ് സർക്കാരിന്റെ കാഴ്ചപ്പാട്. കാലോചിതമായ പരിഷ്കാരം വിദ്യാഭ്യാസ വകുപ്പിൽ കൊണ്ടുവരുമെന്ന് മന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ വിദഗ്ധരുമായി ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. ഈ സ്കൂൾ തുറക്കൽ ദിനത്തിൽ കണ്ണൂർ ജില്ലയിൽ നിന്നൊരു സങ്കട വാർത്ത പറയാനുണ്ട്. 1.5 നൂറ്റാണ്ടിലധികം പഴക്കമുള്ള അഞ്ചരക്കണ്ടി മാമ്പ LP സ്കൂൾ ചരിത്രത്തിന്റെ ഭാഗമാകാൻ ഒരുങ്ങുകയാണ്. ഈ അധ്യയന വർഷം ഒരു കുട്ടി പോലും പഠിക്കാനില്ലാത്തതിനാൽ സ്കൂൾ എന്നത്തേക്കും അടച്ചുപൂട്ടി. 1862 സ്ഥാപിതമായ മാമ്പ LP സ്കൂളിന് 164 വർഷത്തെ സുദീർഘമായ ചരിത്രമുണ്ട്. പ്രദേശത്തെ ഒട്ടനവധി തലമുറകൾക്ക് അറിവിന്റെ ആദ്യ പാഠങ്ങൾ പകർന്നു നൽകിയ ഈ വിദ്യാലയത്തിന്റെ പ്രതാപകാലത്ത് 160-ലധികം വിദ്യാർത്ഥികൾ ഇവിടെ ഒരേ സമയം പഠിച്ചിരുന്നു. എന്നാൽ 2002 ശേഷം സ്കൂളിൽ കുട്ടികളുടെ എണ്ണം ക്രമേണ കുറഞ്ഞു വരികയായിരുന്നു. കഴിഞ്ഞ അധ്യയന വർഷം വെറും 8 കുട്ടികൾ മാത്രമാണ് സ്കൂളിൽ അവശേഷിച്ചിരുന്നത്. അതിൽ 2 കുട്ടികൾ 4ാം ക്ലാസ് പൂർത്തിയാക്കി മറ്റ് സ്കൂളുകളിലേക്ക് മാറിപ്പോയി. സ്കൂൾ നടത്തിക്കൊണ്ടുപോകാൻ താല്പര്യമില്ലാത്ത മാനേജർ കഴിഞ്ഞ വർഷം തന്നെ സ്കൂള് അടച്ചുപൂട്ടാൻ അനുമതി തേടി വിദ്യാഭ്യാസ വകുപ്പിന് അപേക്ഷ സമർപ്പിച്ചിരുന്നു. സ്കൂളിന്റെ ഭാവി അനിശ്ചിതത്വത്തിലായതോടെ അവശേഷിച്ച 6 കുട്ടികളുടെ രക്ഷിതാക്കളും TC വാങ്ങി മക്കളെ മറ്റ് വിദ്യാലയങ്ങളിൽ ചേർക്കുകയായിരുന്നു. പ്രധാന അധ്യാപിക ഉൾപ്പെടെ 5 അധ്യാപകരാണ് ഇവിടെ ഉള്ളത്. ഇതിലൊരാൾ ദിവസക്കൂലി അടിസ്ഥാനത്തിലാണ് ജോലി ചെയ്തിരുന്നത്. സ്കൂളിന്റെ പ്രഥമ അധ്യാപിക കഴിഞ്ഞ ദിവസം സർവീസിൽ നിന്നും വിരമിച്ചു. സ്ഥിര നിയമനമുള്ള അവശേഷിക്കുന്ന 3 അധ്യാപകരെ തസ്തിക നഷ്ടപ്പെടുന്ന മുറയ്ക്ക് മറ്റ് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ ഒഴിവുകളിലേക്ക് പുനർവിന്യസിക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. പുത്തൻ കുടകളും ചൂടി കളിച്ചിരികളോടെ കുരുന്നുകൾ അറിവിന്റെ പുതിയ ലോകത്തേക്ക് കാൽവെക്കുന്ന ഈ സുദിനത്തിൽ മാമ്പ LP സ്കൂളിന്റെ മുറ്റം മാത്രം വിജനമാണ്. ആരെയും വരവേൽക്കാനില്ലാതെ, ഒരു തുണ്ടക്ഷരം പോലും കാതോർക്കാനില്ലാതെ ആ ക്ലാസ് മുറികൾ ഇന്ന് മൂകമായി നിലകൊള്ളുന്നു. 1.5 നൂറ്റാണ്ടുകാലം ഒരു നാടിനാകെ വെളിച്ചം പകർന്നു നൽകിയ എത്രയോ പ്രഗത്ഭരെ വാർത്തെടുത്ത ആ അക്ഷരമുറ്റം ഇനി വെറുമൊരു ഓർമ്മചിത്രം മാത്രം. കുട്ടികളുടെ ആരവമില്ലാത്ത ഈ ജൂൺ 1 മാമ്പ LP സ്കൂളിനെ സ്നേഹിച്ച എല്ലാവർക്കും കണ്ണീരണിയിക്കുന്ന ഒരു നോവായി അവശേഷിക്കും. ന്യൂസ് 18 കണ്ണൂർ. പാലക്കാട് ചികിത്സാ പിഴവിനെ തുടർന്ന് കൈ മുറിച്ചു മാറ്റപ്പെട്ട വിനോദിനെ ഇന്ന് 5ാം ക്ലാസ്സിലേക്കെത്തി. പല്ലശന VIMHS സ്കൂളിലേക്കാണ് പുതുതായി ചേർന്നത്. വേറിട്ട പ്രവേശനോത്സവം ഒരുക്കി അട്ടപ്പാടിയിലെ കാരറ ഗവൺമെന്റ് UP സ്കൂൾ. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ 1ാം ക്ലാസ്സുകാരി യാമി സഞ്ജയും ഗിന്നസ് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ അഭിനത ശ്രീയും ചേർന്ന് അക്ഷരദീപം തെളിയിച്ചാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. പഞ്ചായത്ത് പ്രതിനിധികളടക്കം നിരവധി പേർ പങ്കെടുത്തു. സ്കൂളിനെ സംസ്ഥാന മികവിലെത്തിച്ച നല്ല പാഠം ക്ലബ് അംഗങ്ങളെയും ഇന്ത്യവുഡ് ഫിലിം ക്ലബ് അംഗങ്ങളായ വിദ്യാർത്ഥികളെയും LSS നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമാവുകയാണ്. വെടിനിർത്തൽ കരാർ ലംഘിച്ച് അമേരിക്ക ഇറാനിലേക്ക് രൂക്ഷ ആക്രമണം നടത്തി. കുവൈറ്റിലേക്ക് ഇറാന്റെ തിരിച്ചടിയുമുണ്ടായി. വലിയ ആശങ്കയിലേക്കാണ് ഗൾഫ് മേഖല കടക്കുന്നത്. വെടിനിർത്തൽ കരാർ പുതുക്കുന്നതിന് ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് അമേരിക്കയുടെ അപ്രതീക്ഷിത ആക്രമണം. VV വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. വിനോദ്, ഇതിപ്പോൾ ഒരു ഭാഗത്ത് സമാധാന ചർച്ചകളെന്ന് പറയുന്നു, ചർച്ചകൾക്കുള്ള ഏതാണ്ട് കാര്യങ്ങൾ, അതിനുള്ള കരാറുകളൊക്കെ അന്തിമരൂപമായി എന്ന് പറയുന്നു. അവിടെയാണ് വീണ്ടും ആക്രമണത്തിലേക്ക് അമേരിക്ക കടക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ അവിടെ? രഞ്ജിത്ത്, ഗൾഫ് മേഖലയെ ഒന്നാകെ ആശങ്കയിലാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ കാര്യങ്ങൾ നീങ്ങുന്നത്.
ഈ താൽക്കാലിക വെടിനിർത്തൽ കരാർ അവസാനിക്കുന്ന മുറയ്ക്ക് അടുത്ത 60 ദിവസത്തേക്ക് കരാർ ഒപ്പിടുന്നതിന് വേണ്ടിയുള്ള നടപടികൾ മുന്നോട്ട് പോവുകയായിരുന്നു. അതിൻ്റെ കരട് തയ്യാറായിരുന്നു. എന്നാൽ ഒപ്പിടുന്ന കാര്യത്തിൽ ചില തർക്കങ്ങൾ അവശേഷിച്ചുവെങ്കിൽ തന്നെയും മധ്യസ്ഥ രാജ്യങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് ഈ കരാർ ഒപ്പിടുകയും 60 ദിവസത്തിനുള്ളിൽ കൂടുതൽ ധാരണയിലേക്ക് എത്താം എന്ന ഒരു പ്രതീക്ഷയുമായിരുന്നു. അങ്ങനെയാണ് വെച്ച് പുലർത്തിയത്. പക്ഷേ അതെല്ലാം തകിടം മറിച്ചുകൊണ്ട് ഇപ്പോൾ ഗോരുഖിലേക്ക്, ഇറാനിലെ നഗരമാണ്, അവിടേക്ക് അമേരിക്കയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. തിരിച്ച് ഇറാനിൽ നിന്ന് കുവൈറ്റിലേക്ക് ആക്രമണം ഉണ്ടായിരിക്കുന്നു. ആ തരത്തിൽ ആക്രമണവും പ്രത്യാക്രമണവും ഒക്കെ തന്നെ ഉണ്ടാകുന്ന നിലയിലേക്ക് പോകുന്നു. അമേരിക്കയുടെ കടുത്ത ആക്രമണമാണ് ഇറാനിലേക്ക് നടക്കുന്നത്. അവിടെ വ്യോമാക്രമണമാണ് അമേരിക്ക നടത്തുന്നത്. നേരത്തെ ഹോർമൂസിലെ ഈ സീ മൈനുകൾ റിക്കവർ ചെയ്യുന്നതിന്, തിരികെ എടുക്കുന്നതിന് ഇറാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നു. 30 ദിവസത്തിനുള്ളിൽ ഇങ്ങനെയുള്ള മൈനുകൾ മാറ്റും എന്ന ഉറപ്പാണ് നൽകിയത്. അതിൻ്റെ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു. ചില കാര്യങ്ങളിൽ തട്ടിയാണ് ഈ തർക്കം അവശേഷിച്ചത്. പ്രധാനമായും ആണവ നിരായുധീകരണമാണ്. ഇറാൻ ആണവശക്തി ആകരുത് എന്ന അമേരിക്കയുടെ കടുത്ത നിലപാട്, അതിനോട് അനുകൂലമായല്ല ഇറാൻ ഇതുവരെ പ്രതികരിച്ചിട്ടുള്ളത്. എങ്കിൽ തന്നെയും അവരുടെ വാദം ഇത് അണ്വായുധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയല്ല, യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നത് ഊർജ്ജാവശ്യത്തിന് വേണ്ടി എന്ന നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയായിരുന്നു. അതിന്മേലാണ് ചർച്ച നടക്കുന്നത്. ഹോർമൂസുമായി ബന്ധപ്പെട്ട് അത് പരിപൂർണമായ അവകാശം തങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്നത് പോലെ വേണമെന്ന ആവശ്യമാണ് ഇറാൻ മുന്നോട്ട് വെച്ചത്. അക്കാര്യത്തിലും അമേരിക്കയുടെ കടുംപിടുത്തം ഒന്ന് അയയുകയായിരുന്നു. പക്ഷേ ഈ കരാർ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു ധാരണ, അന്തിമമായ ഒരു ചർച്ചയോ അതിൻ്റെ ഒരു പരിസമാപ്തിയിലേക്കോ എത്തിയിരുന്നില്ല. അതുതന്നെയാണ് ഇപ്പോൾ ഈ ഒരു അക്രമത്തിലേക്ക് വീണ്ടും കാര്യങ്ങളെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. അതിന് അടിസ്ഥാനമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇസ്രായേലിൻ്റെ ഇടപെടൽ തന്നെയാണ്. ലെബനനിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം അത് തീർച്ചയായും ഈ ഇപ്പോഴുള്ള ഒരു പ്രകോപനത്തിന് വഴിവെച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും ഈ ഇസ്രായേലിൻ്റെ ഇംഗിതത്തിന് വഴങ്ങി അമേരിക്ക പ്രവർത്തിക്കുന്നു എന്നത് തന്നെയാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അമേരിക്കയിൽ പോലും വ്യത്യസ്ത അഭിപ്രായം യുദ്ധവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുമ്പോൾ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ സിറിയയിലേക്കും ലെബനനിലേക്കും ഒക്കെ തന്നെ ഇസ്രായേൽ തുടരെ ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ആക്രമണം നടത്തുകയാണ്. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇറാനിലേക്കുള്ള ആക്രമണം ഉണ്ടാകുന്നത്. അങ്ങനെ വ്യോമാക്രമണം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ ഗോരുഖ് എന്ന പ്രദേശത്തേക്ക് വലിയ തോതിലുള്ള ആക്രമണം നടത്തിയിരിക്കുന്നു. തിരിച്ച് ഗൾഫ് മേഖലയിലേക്ക് ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം ഉണ്ടാകുന്നു. ഗൾഫിലേക്കുള്ള ആക്രമണത്തെ UAE ഇപ്പോൾ അപലപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇന്ത്യയിലടക്കം ഈ പാചകവാതക സിലിണ്ടറിനൊക്കെ തന്നെ വില വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അവിടെ എണ്ണ കമ്പനികൾ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട സാഹചര്യമാണ്. അങ്ങനെ വലിയ പ്രതിസന്ധി ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ നേരിടുമ്പോഴാണ് ഒരിക്കൽ കൂടി യുദ്ധത്തിലേക്ക് പോകുമോ എന്ന തരത്തിലുള്ള ആശങ്ക ഉയരുന്നത്. ഇപ്പോൾ ഈ ബ്രന്റ് ക്രൂഡിൻ്റെ ഒക്കെ തന്നെ വില നേരിയ തോതിൽ ഉയർന്നു തുടങ്ങി. $84 വരെ ബാരലിനുണ്ടായിരുന്നതാണ്. അത് 86 പോകുന്നുണ്ട്. വരും മണിക്കൂറുകളിൽ ഇതിൻ്റെ ആഘാതം എത്രമാത്രം വലുതാകുമെന്നത് നമുക്ക് കണ്ടറിയാം. ഏതായിരുന്നാലും വലിയ ആശങ്ക പരത്തിക്കൊണ്ട് തന്നെയാണ് വീണ്ടും പശ്ചിമേഷ്യ സംഘർഷഭരിതമാകുന്നത്. രഞ്ജിത്ത്, വി വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും ഇറാന്റെ ആക്രമണം കുവൈറ്റിലേക്കും സംഭവിക്കുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങൾ കേന്ദ്രമാക്കിയുള്ള ആക്രമണം ഇറാൻ തുടരുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇനി. പിണറായി വിജയന്റെ മൊബൈൽ നമ്പർ കട്ട് ചെയ്തു. 10 വർഷമായി ഉപയോഗിക്കുന്ന നമ്പറാണ് പൊതുഭരണ വകുപ്പ് കട്ട് ചെയ്തത്. മുഖ്യമന്ത്രി എന്ന നിലയിൽ അനുവദിച്ച നമ്പറാണ് കട്ട് ചെയ്തത്. മുൻകൂട്ടി പറയാതെയാണ് നടപടി എന്നാണ് ലഭിക്കുന്ന വിവരം. വി അരുൺ വിവരങ്ങളുമായി ചേരും. അരുണ്, 10 വർഷമായി മുഖ്യമന്ത്രി എന്ന നിലയിൽ ഉപയോഗിക്കുന്ന നമ്പർ അതാണ് വളരെ പെട്ടെന്ന് ഇല്ലാതായത് അല്ലേ? മുഖ്യമന്ത്രിയായ ശേഷം പിണറായി വിജയൻ നൽകിയ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഒക്കെ പൊതുഭരണ വകുപ്പ് ഫോൺ നമ്പർ, മൊബൈൽ ഫോൺ നമ്പർ വി അരുണാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. 10 വർഷമായി മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഉപയോഗിച്ചിരുന്ന നമ്പറാണ് ഇപ്പോൾ വളരെ പെട്ടെന്ന് കട്ട് ചെയ്തിരിക്കുന്നത്. പൊതുഭരണ വകുപ്പിൻ്റെതാണ് നടപടി എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ മുൻ മുഖ്യമന്ത്രിയെ, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനെ ഈ വിവരം അറിയിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നമായി കാണിക്കുന്നത്. ഏതായാലും അത് കട്ടായി എന്നാണ് മനസ്സിലാക്കേണ്ടത്. അരുൺ, കേൾക്കാമെങ്കിൽ വിവരങ്ങൾ.
രഞ്ജിത്ത് 2016 പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പോൾ നൽകിയ പൊതുഭരണ വകുപ്പ് അനുവദിച്ച നമ്പറാണ്. അദ്ദേഹത്തിന്റെ പേഴ്സണൽ നമ്പർ വേറെയുണ്ട്. പക്ഷേ കഴിഞ്ഞ 10 വർഷമായി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കോൺടാക്റ്റുകളെല്ലാം ഉള്ള നമ്പറാണ് പൊടുന്നനെ കട്ട് ചെയ്തത്. സാധാരണ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ പൊതുഭരണ വകുപ്പ് മൊബൈൽ ഫോൺ നമ്പർ നൽകാറുണ്ട്. അങ്ങനെ നൽകിയ നമ്പറാണ്. ഈ മന്ത്രിസ്ഥാനം മാറിയ ശേഷം ആ നമ്പർ അവർക്ക് വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാം. അതിന് അവരുടെ അനുമതി ഈ നമ്പർ കട്ട് ചെയ്യണമോ അല്ലെങ്കിൽ തുടരണമോ എന്ന് പൊതുഭരണ വകുപ്പ് സാധാരണ അന്വേഷിക്കാറുണ്ട്. പക്ഷെ ഇവിടെ അത് ഉണ്ടായില്ല. ഇന്ന് വളരെ പെട്ടെന്ന് ആ നമ്പറിൽ നിന്നുള്ള കണക്ഷൻ വിച്ഛേദിക്കപ്പെടുകയായിരുന്നു. അങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് മുഖ്യമന്ത്രിക്ക് നൽകിയ നമ്പർ കട്ട് ചെയ്യാൻ സർക്കാരിന് നിർദ്ദേശമുണ്ട്. പൊതുഭരണ വകുപ്പ് അനുസരിച്ച് നമ്പർ കട്ട് ചെയ്യുകയാണ് എന്ന വിവരം പ്രതിപക്ഷ നേതാവിന്റെ പിണറായി വിജയന്റെ ഓഫീസിൽ ലഭിച്ച അപ്പോഴാണ് അവർ ഈ കാര്യം അറിയുന്നത്. 10 വർഷമായി പിണറായി ഉപയോഗിച്ചിരുന്ന ഫോൺ നമ്പർ കട്ട് ചെയ്തിരിക്കുന്നു. മുന്നറിയിപ്പില്ലാതെ അദ്ദേഹത്തിന്റെ അനുമതിയോ അല്ലെങ്കിൽ നമ്പർ ഹോൾഡ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന ചോദ്യമോ ഒന്നും ഉണ്ടാകാതെ തന്നെ പൊതുഭരണ വകുപ്പ് നേരിട്ട് ആ നമ്പർ ഒഴിവാക്കുകയായിരുന്നു. ഏതായാലും മുഖ്യമന്ത്രിയായി ഇരുന്നപ്പോൾ പിണറായി വിജയൻ ഉപയോഗിച്ചിരുന്ന നമ്പറാണ് ഇപ്പോൾ പൊതുഭരണ വകുപ്പ് കട്ട് ചെയ്തത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കണ്ണൂർ അഞ്ചരക്കര ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ മെഡിക്കൽ കോളേജുകൾക്കെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ അമ്മായിയമ്മ സിൻഡ്രോം എന്ന് ഹൈക്കോടതി പറഞ്ഞു. മെഡിക്കൽ കോളേജുകളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നും കോടതി ചോദിച്ചു. മെഡിക്കൽ കോളേജുകൾ വിദ്യാർത്ഥികളെ ക്രൂരമായി കൈകാര്യം ചെയ്യുന്നു. ഇക്കാര്യം കമ്മീഷനെ നിയോഗിച്ച് അന്വേഷിക്കണം. അന്വേഷണം രഹസ്യസ്വഭാവത്തിൽ നടത്തണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. മിൽമ പാലിനും തൈരിനും വില കൂടി. പാൽ വില ലിറ്ററിന് 4 രൂപയും തൈരിന് കിലോഗ്രാമിന് 10 രൂപയുമാണ് കൂട്ടിയത്. പുതിയ പാക്കറ്റുകൾ വരുന്നതുവരെ പഴയ വില പ്രിന്റ് ചെയ്ത കവറുകളിലായിരിക്കും. നെയ്യടക്കം മറ്റുൽപ്പന്നങ്ങൾക്കും വൈകാതെ വില ഉയരും. മറ്റു പാൽ ഉൽപ്പന്നങ്ങൾക്കും വരും ദിവസങ്ങളിൽ വില ഉയർന്നേക്കും. പാചകവാതകത്തിന് പിന്നാലെയാണ് പാൽ ഉൽപ്പന്നങ്ങൾക്കും പാലിനുമൊക്കെ വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. സൂചിപ്പിച്ച പോലെ 4 രൂപയാണ് പാലിന് ലിറ്ററിന് വർദ്ധിച്ചിരിക്കുന്നത്. അതേസമയം തൈരിനാകട്ടെ കിലോഗ്രാമിന് 10 രൂപയും മഞ്ഞ കവർ പാലിന് 27 രൂപയും നീല കവർ പാലിന് 30 രൂപയും ഓറഞ്ച് കവർ പാലിന് 30 രൂപയും പച്ച കവറിലുള്ള പാലിന് 32 രൂപയുമായിരിക്കും ഇനി മുതൽ ഈടാക്കുക. തൈര് ക്ലാസിക് അതിന് പാക്കറ്റിന് 40 രൂപയാകും. തൈര് എലൈറ്റിന് 45 രൂപ. ഇങ്ങനെയാണ് മിൽമയുടെ വില വർധനവ്. ഇത് ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. പക്ഷേ പുതിയ കവറുകളൊക്കെ പ്രിന്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പഴയ കവറിൽ തന്നെ ആയിരിക്കും പാൽ എത്തുക. പക്ഷേ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വില വർദ്ധിപ്പിച്ച വിലയായിരിക്കും എന്നതാണ് കൗതുകം. ഞാനിപ്പോൾ ഉള്ളത് വലിയ തുറയിലുള്ള ഒരു ചെറിയ ചായക്കടയിലാണ്. ഇവിടെ ചേട്ടാ, ചായക്ക് എത്രയാണ് ഇപ്പോൾ? ഇപ്പോൾ നമ്മൾ 12 രൂപ ഈടാക്കിക്കൊണ്ടെങ്കിൽ ഇന്നു മുതൽ നമ്മൾ 15 രൂപ ഈടാക്കും. കാരണം പാലിൻ്റെ വില കൂടിയതുകൊണ്ടും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും നമുക്ക് ഇനി 15 രൂപ വെച്ച് വാങ്ങിക്കാനേ പറ്റത്തുള്ളൂ. ആൾക്കാരൊക്കെ സഹകരിക്കുമോ ഈ 15 രൂപ ചായക്കെന്ന് പറയും? 15 രൂപ ചായ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്യാസിൻ്റെയും പാലിൻ്റെയും വില കൂടുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അത് ചെയ്താലല്ലേ പറ്റുള്ളൂ. കാരണം നമുക്ക് വില കൂട്ടാതിരിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഇതുകൊണ്ട് ജീവിക്കുന്നതാണ്. കാരണം ചായ 5-10 കവർ പാലടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടാൻ വേണ്ടിയാണ്? കാരണം ഇതുപോലെ വില കൂടി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് വില കൂട്ടിയാലേ പറ്റുള്ളൂ. ചായയുടെ വില കൂടുക. വില കൂടിയാൽ കുടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കുടിക്കാതിരിക്കാൻ എന്നിവിടെ തന്നെ കുടിക്കുന്നത്. എന്നിവിടെ അല്ല, പണിയും ഇങ്ങോട്ടെങ്കിലും ഇവിടെ കുടിക്കും, അങ്ങോട്ടേക്ക് അവിടെ നിന്ന് കുടിക്കും. അപ്പം അവർ പറയുന്ന ന്യായം ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ന്യായം തന്നെ. പിന്നെ അവർ നഷ്ടതി കൊടുക്കാൻ പറ്റൂലല്ലോ. ചായ കുടിക്കുന്നതിന് കുടിച്ചല്ലേ പറ്റുള്ളൂ. ചായ കുടിക്കുന്നതിന് കുടിച്ചല്ലേ പറ്റുള്ളൂ. 15 ആയാലും 20 ആയാലും കൊടുത്തേ പറ്റൂ. അപ്പോൾ അത്തരത്തിലാണ് പ്രതികരണങ്ങൾ. 15 രൂപയിലേക്ക് 12 രൂപയായിരുന്നു ചായക്കടകളിലൊക്കെ ഈടായിക്കൊണ്ടിരുന്നത്. അത് 3 രൂപയുടെ കൂട്ടാനുള്ളൊരു പരിപാടിയിലാണ്. കാരണം 15 രൂപയാക്കാതെ രക്ഷയില്ല എന്നാണ് ഈ ചെറുകിട കച്ചവടക്കാർ വരെ പറയുന്നത്. അപ്പോൾ ഹോട്ടലുകളുടെയൊക്കെ കാര്യം പറയേണ്ടതില്ല. അപ്പം ഗണ്യമായൊരു വില വർധനവ് പ്രതീക്ഷിക്കാം ഹോട്ടലുകളിലൊക്കെ ഇന്നു മുതൽ. കാരണം പാചകവാതകത്തിനും പാലിനും പാലുൽപ്പന്നങ്ങൾക്കുമൊക്കെ ഒരേ സമയം വില കൂടുന്ന ഒരു സാഹചര്യം അത് വളരെ അപ്രതീക്ഷിതമായി ഒരു കുരുന്മേൽ കുരു പോലെ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഏത് തരത്തിലായിരിക്കും ഇത് ഹോട്ടലുകളെ ഇനി ബാധിക്കുക എന്നതൊക്കെയാണ് അറിയാനുള്ളത്. വൈകാതെ തന്നെ പുതുക്കിയ വിലവിവര പട്ടികയൊക്കെ പുറത്തു വരുമായിരിക്കും. എന്തായാലും മലയാളികളെ സംബന്ധിച്ച് സാധാരണ ചായക്കടയിൽ നിന്നൊരു ചായ മേടിക്കുമ്പോൾ 15 രൂപ കൊടുക്കേണ്ടി വരുന്ന സവിശേഷമായ ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ ഈ വില വർധനം അവരെ കൊണ്ട് എത്തിച്ചിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. പാചകവാത വില
പാചകവാതക വില വീണ്ടും കൂട്ടി. 46 രൂപയാണ് വാണിജ്യ സിലിണ്ടറിന് കൂട്ടിയത്. ഒരു സിലിണ്ടറിന് 3131 രൂപയാണ് വില. ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. വിലക്കയറ്റം ഹോട്ടൽ മേഖലയെ ബാധിക്കുമെന്നാണ് ആശങ്ക. പാചകവാതകത്തിനും പാൽ ഉൽപ്പന്നങ്ങൾക്കും വില കൂടിയതോടെ ഹോട്ടൽ ഭക്ഷണത്തിനും ഇനിയും ചിലവ് കൂടും. 5 കിലോയുടെ ഫ്രീ ട്രേഡ് LPG സിലിണ്ടറിന് 11 രൂപയുടെ വർധനവുണ്ട്. ഡൽഹിയിൽ FTL വില 821.50 രൂപയായി. മുഖ്യമന്ത്രിയായ ശേഷം തൃശ്ശിയിലെത്തിയ വിജയ്ക്ക് ആവേശകരമായ വരവേൽപ്പ് നൽകിയ വോട്ടർമാർ. സെന്റ് ജോസഫ് കോളേജ് ഗ്രൗണ്ടിലേക്കുള്ള യാത്രയിൽ റോഡിന് ഇരുവശവും നൂറുകണക്കിന് പ്രവർത്തകർ വിജയ്ക്ക് അഭിവാദ്യമർപ്പിക്കാനെത്തി. വോട്ടർമാർക്ക് നന്ദിയെന്നും ഹൃദയത്തിലാണ് തൃശ്ശിയെന്നും വിജയ് പറഞ്ഞു. നെഞ്ചിൽ കുടിയിരിക്കും தமிழக மக்கள் உங்கள் அனைவருக்கும் என்னுடைய வணக்கமும் என்னுடைய நன்றிகளும். குறிப்பா திருச்சி கிழக்கு தொகுதி மக்கள் உங்கள் அனைவருக்கும் என்னுடைய ஸ்பெஷல் வணக்கமும் ஸ்பெஷல் நன்றிகளும். இத்தனை வருஷமா மாத்தி உங்களை ஏமாத்திக்கிட்டு இருந்த இந்த 2 பேரையும் வேண்டாம்னு சொல்லி ஒதுக்கிட்டு உங்களுக்காக உண்மையா உழைக்க வந்த உங்க விஜய, உங்க அண்ணன, உங்க தம்பிய முதல் அமைச்சரா இல்ல முதல் சேவகனா ஆக்கியிருக்கிறீங்க. தலை வணங்கி ஒட்டுமொத்த தமிழக மக்களுக்கும் இந்த நேரத்தில் என்னுடைய நன்றியை தெரிவிச்சுக்கிறேன். இந்த நேரத்தில் വിജയിയുടെ വിമർശനങ്ങൾ. തിരക്ക് നിയന്ത്രിക്കാൻ 5000 പേർക്ക് മാത്രമാണ് പൊതുയോഗ വേദിയിലേക്ക് പ്രവേശനം അനുവദിച്ചത്. തിരുവനന്തപുരം അട്ടക്കുളങ്ങര സെൻട്രൽ സ്കൂളിന്റെ കെട്ടിടം തകർന്നു വീണു. സ്കൂൾ ഓഫീസ് മുറി പ്രവർത്തിച്ച കെട്ടിടമാണ് തകർന്നു വീണത്. വിദ്യാർത്ഥികൾ സ്കൂളിൽ നിന്ന് മടങ്ങിയത് പിന്നാലെയാണ് അപകടം ഉണ്ടായത്. അപകടത്തിൽ ആളപായമില്ല. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി. BV അരുൺ ചേരും. അരുണ്, ഏറെ കാലപ്പഴക്കമുള്ള കെട്ടിടമായിരുന്നോ ഇത്? കാലപ്പഴക്കമുള്ള കെട്ടിടമാണ്. സ്കൂളിന്റെ ഒരു ഭാഗം നേരത്തെ തന്നെ KSRTCയുടെ ബസ് സ്റ്റാൻഡിന് വേണ്ടിയൊക്കെ വിട്ടുകൊടുക്കാൻ നേരത്തെ വലിയ ചർച്ചകളും പിന്നീട് വിവാദവുമൊക്കെ ആയി മാറിയ സ്കൂളാണ്. വളരെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സ്കൂളാണ്. ആ സ്കൂളിലെ കെട്ടിടമാണ് ഇപ്പോൾ തകർന്ന് വീണത്. ഒരു ഭാഗമാണ് തകർന്നു വീണത്. പ്രവൃത്തി സമയമല്ലാത്തത് കൊണ്ട് അപകടം ഒഴിവായെന്ന് തന്നെ പറയണം. കാരണം അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെ എപ്പോഴും വരുന്ന സ്കൂളിന്റെ ഓഫീസ് മുറിയുടെ ഭാഗത്താണ് ഈ ഇങ്ങനെ തകർന്ന് വീണത്. കുട്ടികൾ ഇന്ന് സ്കൂൾ തുറന്ന ദിവസമാണ്. ഉച്ചയ്ക്ക് ശേഷം കുട്ടികൾ സ്കൂളില്ലാത്തത് കൊണ്ട് തന്നെയാണ് അപകടം ഒഴിവായത്. 30ഓളം ജീവനക്കാർ ജോലി ചെയ്യുന്ന ഓഫീസ് കെട്ടിടത്തിന്റെ ഭാഗമാണ് തകർന്നു വീണത്. ഏതായാലും വലിയ കാലപ്പഴക്കമുള്ള കെട്ടിടമാണ്. അവിടെ തന്നെ പുതിയ കെട്ടിടങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സ്കൂളിന്റെ ഒരു ഭാഗം പ്രവർത്തിക്കുന്നത് ഈ പഴയ കെട്ടിടത്തിലാണ്. വലിയ ചരിത്ര പശ്ചാത്തലമൊക്കെ ഉള്ള ഒരു സ്കൂളാണ് അട്ടക്കുളങ്ങര സർക്കാർ സ്കൂള്. അവിടെ ഈ സ്കൂളിന്റെ പ്രധാന ഭാഗം തന്നെ നിലനിർത്തിക്കൊണ്ട് മറ്റു ഭാഗങ്ങൾ സർക്കാർ മറ്റു ഓഫീസുകൾ മാറ്റാനുള്ള നീക്കമൊക്കെ നടന്നുവെങ്കിലും വലിയ പ്രതിഷേധത്തെ തുടർന്നത് ഒഴിവാക്കുകയായിരുന്നു. ഏതായാലും വലിയൊരു അപകടമാണ് ഈ സ്കൂൾ തുറന്ന ദിവസം തന്നെ ഒഴിവായത്. ശരി. അട്ടക്കുളങ്ങര സ്കൂളിലാണ് ഈ അപകടം ഉണ്ടായത്. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി. കുട്ടികൾ സ്കൂൾ വിട്ടതിന് ശേഷമായിരുന്നു ഈ സംഭവം എന്നത് ഒരു വലിയ അപകടത്തിൽ നിന്ന് ഒഴിവാകാൻ കാരണമായി. ഇടവേള. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.